ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റോറിയുടെ പോവാം. 6-ാം മിനിറ്റാണ്, പാർട്ട് 2 ആണ്, 2ാം ഭാഗം. നമുക്ക് സ്റ്റോറിയുടെ പോവാം. അങ്കിൾ ആൻറ്റി അവർ രണ്ടുപേരും ഗസ്റ്റ് വന്ന് ചോദിച്ചിട്ടായിരുന്നു രാഹുലിൻ്റെ അടുത്ത് ഇതെവിടെയാണ്. രാഹുൽ വന്ന് കോമഡി കാട്ടിയായിരുന്നു. ഇത് കാസർഗോഡ് പറഞ്ഞു. പിന്നെ അവർക്ക് കൺഫ്യൂഷനായി. അർജുൻ ചോദിച്ചു, എന്തിനാ മച്ചാനെ ബായ്മുട്? ആൻറ്റി, അങ്കിൾ എന്ത് പ്രശ്നം? ഇല്ല മോനെ, ഈ സ്ഥലം എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾക്ക് ഇത് മറന്നുപോയി സ്ഥലം. എൻ്റെ മകൻ ചോദിക്കാണ്. പ്ലീസ് മോനെ പറയാൻ പറ്റുമോ? ശരി, നിങ്ങൾക്ക് എവിടേക്കാണ് പോകണം അങ്കിൾ ആൻറ്റി? ഇല്ല, ഞങ്ങൾ വന്നതായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. ഓക്കെ. അങ്ങനെ മകൻ കോൾ ചെയ്ത് അവരോട് പറഞ്ഞു. അവർ വന്ന് അവരെ പിക്കപ്പ്. ഒരുപാട് നന്ദിയുണ്ട് മോനെ പറഞ്ഞു. അവർ പോയി കഴിഞ്ഞു. എന്താടാ ഇങ്ങനെ പറയണ? ഇല്ലടാ, സോറി മച്ച. രണ്ടുപേരും കോമഡി കാട്ടാതെ ഇരിക്കുന്നത് നല്ലത് നിങ്ങൾക്ക് രണ്ടുപേർക്ക്. എയർപോർട്ട് ഫ്ലൈറ്റ് കയറി. ശരിടാ, ഞങ്ങൾ പോവാം. ആദ്യം പറയാം. എടാ മച്ച, നീ പോയിട്ടായിട്ട് കോൾ ചെയ്തോണം മച്ച, പ്ലീസ് ഡാ. ശരി, കോൾ ചെയ്തോളാം. എല്ലാവരും വേണം. എന്താ, ഫ്ലൈറ്റ് പുറപ്പെടും, നമുക്ക് പോവാം. അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിൽ കയറി. എല്ലാവരും ചേട്ടാ, പ്രിയ വിളിച്ചു. എന്ത് പറ്റി പ്രിയ? ചേട്ടാ, അത് ചേട്ടൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അതേ മോളെ, എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. ഏട്ടൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തല്ലേ? ചെയ്ത ചേട്ടാ. ശരി ചേട്ടാ എന്നിട്ട് വീണ്ടും വിളിക്കുന്നു. ചേട്ടാ, എനിക്ക് ഐസ്ക്രീമാണ്. എന്ത് ഐസ്ക്രീമാ? ഇതടി ഉണ്ടത്. പ്ലീസ് ചേട്ടാ, ഇവിടെ ഐസ്ക്രീം ഉണ്ടോ ചോദിച്ചു നോക്കേട്ടാ. ശരി, ഇവളൊരു ടോർച്ചർ. ഹലോ, എക്സ്ക്യൂമി മിസ്. യെസ് സാർ. എന്ത് വേണം സാർ? ഇല്ല, ഐസ്ക്രീം ഉണ്ടോ? ഉണ്ടാവും സാർ. ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണോ? സ്ട്രോബെറി ഫ്ലേവർ ഐസ്ക്രീം വേണോ? 2. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാർ. വെൽക്കം. എടി, ഐസ്ക്രീം ഉണ്ടാതിരുന്ന് കഴിക്കണം, മനസ്സിലായോ? താങ്ക് യു ചേട്ടാ. ഓക്കെ. എടി മുന്തോ എന്ത് പറ്റി പൂജ? ഇവിടെ നോക്കടി, മേഘം. ഓ, ഇതൊരു കാര്യം. ഇവരോട് ടോർച്ചർ. എടി ഉമ്മ എന്ത്? ഉമ്മ എന്താ ചെയ്യ? ഉമ്മ അപ്പോൾ ഉമ്മ എന്താ പറ്റി? ഇല്ല മോളെ, ഫ്ലൈറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടീനല്ലേ? ഓൾറെഡി ഇട്ടീനടി. ഇല്ലടി, മമ്മിക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ. നീ ഉറങ്ങിപ്പോയി. ഓ, അതല്ലടി, കുറച്ച് ക്ഷീണമായിപ്പോയി. ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞല്ലേ, അതുകൊണ്ടാണ്. സീറ്റ് ബെൽറ്റ് ആരിട്ടാ? ഞാൻ തന്നെ ഇട്ടത്. ശരി. നിങ്ങൾക്കിപ്പോൾ എന്ത് കഴിക്ക് വേണം? എക്സ്ക്യൂമി. യെസ് മാം. എന്ത് വേണം മാം? നിനക്കെന്ത് വേണോ പറഞ്ഞു. എടി, നിനക്കെന്ത് വേണം? എടി, എനിക്ക് വേണം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇറങ്ങാൻ പോകുന്നല്ലേ, നമുക്ക് ഫുഡ് കഴിക്കാം. നമുക്ക് സജ്ജ കഴിക്കാം. എടി സജ്ജിക. എടി, നമ്മൾ ഓർഡർ ചെയ്യാം. ഓക്കെ. എക്സ്ക്യൂമി മാം, 3 സജ്ജിക വേണം. റൈറ്റ്. ഓക്കെ മാം. എന്ത് ഫ്ലേവർ മാം പറഞ്ഞ? ഓക്കെ മാം, സജ്ജിക കൊണ്ടുവരാം. ഓക്കെ മാം. ഇത് സജ്ജിക മാത്രമല്ല, അത് മാത്രമല്ല, നമുക്ക് ഡ്രിങ്ക് വേണം. ഡ്രിങ്ക് മാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണോ? അതെ, ഞങ്ങൾക്ക് 3 പേർക്ക് സ്ട്രോബെറി ഡ്രിങ്ക്സ് സർവത്ത് വേണം. അങ്ങനെ പറഞ്ഞു. ശരി മാം. എടി സദ്യ, കുറച്ചാണ് സദ്യ വേണം. നന്നായിട്ട്. എടി, അവരെന്ത് ചെയ്യും? നമുക്ക് പ്രിയ അർച്ചൻ്റെ അടുത്ത് കാണാം. ചേട്ടാ, എന്ത് ചേട്ടാ വന്നു? നല്ല ടേസ്റ്റാണല്ലോ ചേട്ടാ. അതരി. ഇവരെ ടോർച്ച്. ഞാൻ കുറച്ച് ഉറങ്ങാം, മനസ്സിലായോ? ശരി ചേട്ടാ, ഈ ഏട്ടന് ഒരു കോമക്കാരൻ. അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഡൽഹിക്ക് എത്തി. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും ഇറങ്ങിക്കോ. എടി പ്രിയ. ഏട്ടാ, എന്താ? ഡൽഹിക്ക് എത്തി, നമുക്ക് പോവാം. ചേട്ടാ, ഡൽഹിയാ? അതടി മണ്ടി, ഡൽഹിക്കാണ് എത്തിയത്. ഇവിടുന്ന് നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്, നമുക്ക് പോവാം. ശരി ചേട്ടാ. അങ്ങനെ ഹോട്ടലിൽ താമസിച്ചു. അർജുൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നു, ഞാൻ വിളിച്ചാൽ മാത്രം നിങ്ങൾ വാതിൽ തുറക്കണം.
ഞാൻ ഫോൺ കോൾ ചെയ്ത് മാത്രം തുറക്കണം, ഇല്ല ഇവിടെ കുറച്ച് ആപത്തുണ്ട്. അങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് പോയി. ഇവൻ ഇവിടെ ഹലോ മച്ചാ, ഹായ് മച്ചാ, എന്ത് ചെയ്യുന്നു? എടാ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ? എടാ ശരി, നമുക്ക് ഡൽഹി നമുക്ക് ഇവിടുന്ന് നമുക്ക് കുറേയൊക്കെ പോകുന്നുണ്ട്. നിനക്ക് ഓർമ്മ ഉണ്ടല്ലേടാ? അതേടാ മച്ചാ, നിങ്ങളിവിടെ വന്ന് സെറ്റിലായിനി. അല്ലടാ മച്ചാ, പിന്നെ എന്ത് ചെയ്യടാ? അവിടെ ഒരു ടോർച്ചർ നമുക്ക് സഹിച്ചും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ശരിടാ. അങ്ങനെ പോയി. അങ്ങനെ സീത അവരെല്ലാവരും കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഡൽഹിന്ന് കൊറിയൊക്കെ വന്ന ഫ്ലൈറ്റിൽ എല്ലാവരും കയറി. അങ്ങനെ കുറച്ച് ടൈം ആസായി കൊറിയൊക്കെ എത്തി. എല്ലാവരും ബാന്ന് വായു വിളക്കാൻ തുടങ്ങി. ഈ ചേട്ടാ, ഇതെന്ത് ചേട്ടാ, ഈ ഫ്ലൈറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ചേട്ടാ. ഓ, ഫ്ലൈറ്റ് വ്യത്യാസമുണ്ടോ? ഇത് കൊറിയൊക്കെ വന്ന ഫ്ലൈറ്റാണ്. എല്ലാവരും കയറിയിരുന്നു. അങ്ങനെ എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് എന്ത് മോളെ ചേട്ടാ, നിങ്ങൾ ഇവിടെ ഇരുന്നു. ഇത് കൊറിയാണ്, മനസ്സിലായോ? അത് ചേട്ടാ കൊറിയാണ്, ഇത് കൊറിയക്ക് എത്തിയായിരുന്നു. ഫ്ലൈറ്റ് നന്നായിട്ടുണ്ട് ചേട്ടാ. അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. അത് ഇവിടുത്തെ ഫ്ലൈറ്റല്ല, അത് ബിസിനസ് മാൻ്റെ ഫ്ലൈറ്റാണ്. വാവ് ചേട്ടാ, സത്യത്തിൽ ഭംഗിയായിട്ടുണ്ട്. ശരി, നമുക്കിപ്പോൾ ആദ്യം നമുക്ക് വീട്ടിലൊക്കെ പോവാം. അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഇവിടുന്ന് അവിടെ കൊറിയയിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ വന്ന് പിക്കപ്പ് ചെയ്തു. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. മച്ചാ, ഇല്ലടാ, നിനക്ക് കുറച്ച് താമസിക്കുന്ന വീട് ഇതാണ് വീട്. എന്താടാ വെച്ചാൽ നീ പറയാം. ഇത് വലിയ വീടാണ്. ഇവിടെ താമസിക്കാൻ റൂമെല്ലാം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടു. അതല്ല, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാനുണ്ട്. എന്തടാ? ഇതാണ് കൊറിയയിലെ സ്ഥലം, ഫേമസ് ആണ്. നിങ്ങൾ പോകുമ്പോൾ എന്നോട് പറയണം. അങ്ങനെ പറഞ്ഞു. എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ രാത്രിയായി, എല്ലാവരും ഉറങ്ങി. രാവിലെ എണീച്ച് എല്ലാം റെഡിയായി. നമുക്ക് ഷോപ്പിംഗ് പുറത്ത് പോയി കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. എല്ലാവരും കറങ്ങാൻ പോയി. എന്ത് പറ്റി? പൂജ പറയാം. എടീ, ഞാൻ എൻ്റെ ഉമ്മനെ വിളിച്ചോണ്ട് പോയിട്ട് വരാം. ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ട് വരാം. എൻ്റെ ഉമ്മക്ക് ബാത്റൂം വരുന്നുണ്ട്, ഇപ്പോൾ വരാം. ഇവരെല്ലാവരും പോയി. അങ്ങനെ തണിയെടുക്കുമ്പോൾ ഒരു ആൻറ്റി അവിടെ മയങ്ങി വീണു. ആൻറ്റിയുടെ അടുത്ത്